ഗായ്സ്, വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കുന്ന ഡയോററ്റിക്സ് ആൻഡ് ആന്റിഡയോററ്റിക്സ് ആണ്. സോ ബേസിക്കലി ഡയോററ്റിക്സും ആന്റിഡയോററ്റിക്സും നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഡയോററ്റിക്സ്, ആന്റിഡയോററ്റിക്സ്. എത്രത്തോളം യൂറിൻ ഔട്ട്പുട്ട് കൂട്ടണം, എത്രത്തോളം വാട്ടർ എക്സ്ക്രീഷൻ ഇൻഹിബിറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഡയോററ്റിക്സ് ആൻഡ് ആന്റിഡയോററ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഡയറക്ട്ലി ക്ലാസ്സിലേക്ക് പോവാം. സോ ഡയോററ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിൽ സോഡിയം വാട്ടറിന്റെയും നെറ്റ് ലോസിന് കാരണമാകുന്ന, അല്ലെങ്കിൽ സോഡിയവും വാട്ടറും നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയൂററ്റിക്സ് എന്ന് പറയുക. സോ ബേസിക്കലി ഡയൂററ്റിക്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വർക്ക് ബൈ ഡിമിനിഷിങ് സോഡിയം റീഅബ്സോർപ്ഷൻ അറ്റ് ഡിഫറെന്റ് സൈറ്റ് ഇൻ ദ നെഫ്രോൺ. നമ്മുടെ നെഫ്രോൺസിലുള്ള പല സൈറ്റിലും സോഡിയം റീഅബ്സോർപ്ഷനെ കുറയ്ക്കുവാണ് ചെയ്യുക, അതായത് ഡിമിനിഷിങ് ചെയ്യും അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുവാണ് ചെയ്യുക. അങ്ങനെ യൂറിനിലൂടെ സോഡിയം വെള്ളം പുറത്തേക്ക് കളയുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി ഡയൂററ്റിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്ലൂയിഡ് ലോസ് ആണ് കാരണമാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ എന്നാൽ തന്നെയും അതിലെ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ദ ഫസ്റ്റ് വൺ ഈസ് സോഡിയം റീ അബ്സോർപ്ഷൻ ഇൻഹിബിഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നെഫ്രോണിന്റെ പല സൈറ്റുകളിലും എന്ത് ചെയ്യുന്നു, ഡയൂററ്റിക്സുകൾ സോഡിയത്തിന്റെ റീ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. രണ്ട്, ഇൻക്രീസ് യൂറിനറി ഔട്ട്പുട്ട്. നമ്മളെ ബോഡിയിലുള്ള സോഡിയത്തിന്റെയും വെള്ളത്തിന്റെയും എക്സ്ക്രീഷനെ കൂടെ കൂട്ടാൻ കാരണമാകുന്നു. ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ് റീ സ്റ്റോറേഷൻ ആണ്. അതായത് ഈ ഒരു മെക്കാനിസം വഴി നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ഫ്ലൂയിഡിന്റെ ആ ഒരു ബാലൻസ് നമ്മളെ ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, റിസ്റ്റോർ ചെയ്യുന്നു. അതായത് ബട്ട് വിത്ത് റെഡ്യൂസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം. അത് ബോഡി കമ്പൻസേറ്റ് ചെയ്യുന്നു, വെള്ളം റീസ്റ്റോറിങ് കമ്പൻസേറ്റ് ചെയ്യുന്നു, എന്നാൽ തന്നെയും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സോഡിയം റീഅബ്സോർപ്ഷൻ ഇൻഹിബിഷൻ, ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, ഫ്ലൂയിഡ് ബാലൻസ്, റെസ്റ്റോറേഷൻ. സോ ഡയൂററ്റിക്സിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹൈ സീലിംഗ്, മീഡിയം എഫക്ട് ആൻഡ് വീക്ക് അഡ്ജോയിന്റ് ആണ്. സോ മീഡിയം എഫക്റ്റിൽ ബെൻസോതൈസൈഡ്, തൈസൈഡ് ലൈക്ക്. വീക്ക് അഡ്ജോയിന്റിൽ കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ, ഓസ്മോട്ടിക് ഡയൂററ്റിക്. സോ മിക്കവാറും നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നോക്കുമ്പം ഡയൂററ്റിക്സ് തന്നെ ഓരോ ഡ്രഗ് ചോദിച്ചിട്ട് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരിക, ലൂപ്പാണോ അല്ലെങ്കിൽ മീഡിയം ആണോ, അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് മിക്കവാറും ഡയൂററ്റിക്സിൽ വരിക കേട്ടോ. സോ ആന്റിഡയോററ്റിക്കിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആന്റിഡയോററ്റിക് ഹോർമോണും അനലോഗും, നെട്രിയുറേൻസ് ആൻഡ് മിസ്ലേനിയസ് ആണ്. അത് നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചോളാം. സോ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രൂസിമൈഡ് നോക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഡ്രഗ് ആണ്. ഒരു ലൂപ്പ് ഡയൂററ്റിക് എന്നാണ് ഫ്രൂസിമൈഡിനെ പറയാം. സോ ഫ്രൂസിമൈഡ് നമ്മൾ ലൈക്ക് ഓവർലോഡ് ആൻഡ് എഡിമ, CHF, ലിവർ ഫെയിലുവർ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. സോ ലിവർ ഫെയിലുവർ ഉള്ള ആൾക്കാർക്ക്, എഡിമാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ കാർഡിയക് ഹാർട്ട് ഫെയിലുവർ ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫ്രൂസിമൈഡ് കൊടുക്കാറുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഒന്നെങ്കിൽ ഓർലി ടാബ്ലറ്റ് ആയിട്ടും ഇഞ്ചക്ഷൻസുമായിട്ട് അവൈലബിൾ ആണ്. 20 to 80 mg ഓർലി ആണ് നമ്മൾ കൊടുക്കുക. സോ 200 mg അവർലി IV ആയിട്ട് കൊടുക്കാറുണ്ട്. സോ റിനൽ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോസ് മിനിമം നമുക്ക് 20 to 80 mg പഠിച്ച് പോയാൽ മതിയാകും. സോ കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട് കേട്ടോ. അതായത് ഹയർ ഡോസിലാണ്, ലൈക്ക് യൂസ് ഓഫ് ഹയർ ദാൻ റെക്കമെൻഡ് ഡോസ് ഓഫ് ഫ്രൂസിമൈഡ് ക്യാൻ ലീഡ് ടു കോംപ്ലിക്കേഷൻ. നമ്മൾ പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ഫ്രൂസിമൈഡ് ഉപയോഗിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, കോംപ്ലിക്കേഷൻസ് ഒരുപാട് വരും. ആൻഡ് റാപ്പിഡ് ഇൻഫ്യൂഷൻ, ഫാസ്റ്റ് ഇൻഫ്യൂഷൻ റേറ്റ് ഓഫ് ദ ഡ്രഗ് മേ കോസ് അഡ്വേഴ്സ് എഫക്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻഫ്യൂഷൻ റേറ്റ് കൂട്ടുകയാണ് അല്ലെങ്കിൽ ബോഡിയിൽ എമൗണ്ട് ഓഫ് ഫ്രൂസിമൈഡ് അളവ് കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആൻഡ് കോമോർബിഡിറ്റീസ് ആണ്. ഹൈപ്പോ ആൽബുമിനിയ ആൻഡ് അതർ കോമോർബിഡിറ്റി ഇൽനെസ് മേ ഇൻക്രീസ് റിസ്ക്. അതായത് ഹൈപ്പോ ആൽബുമിനിയ ഉള്ള പേഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസോസിയേറ്റഡ് ഹൈപ്പോ ആൽബുമിനിയ പോലുള്ള അസുഖവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രൂസിമൈഡ് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ട് കേട്ടോ. സോ ബേസിക്കലി എത്രാക്രിനിക് ആസിഡ്, അമിനോഗ്ലൈക്കോസൈഡ്സ്, പിന്നെ ഓട്ടോടോക്സിക് ഡ്രഗ്സിനോടൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ, ഈ ഡ്രഗ്സിൻ്റെ കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം എന്തൊക്കെ പറഞ്ഞു, ഹയർ ഡോസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല, റാപ്പിഡ് ഇൻഫ്യൂഷൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, ഹൈപ്പോ ആൽബുമിനിയ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടാവില്ല. ഡ്രഗ് ഇൻട്രാക്ഷൻ ആണെങ്കിൽ എത്താക്രിനിക് ആസിഡ്, അമിനോഗ്ലൈക്കോസൈഡ് അല്ലെങ്കിൽ മറ്റുള്ള ഓട്ടോടോക്സിക് ഡ്രഗ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാറില്ല, ഒരുമിച്ച് അതിൻ്റെ കൂടെ കൊടുക്കാറില്ല. സോ കോമോബിഡിറ്റി ഉണ്ടാകും അല്ലെങ്കിൽ ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമുക്ക് ഫ്രൂസിമൈഡ് മാത്രമേ പഠിക്കാനുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് ആന്റിഡയോററ്റിക്സ് ആണ്. സോ ബേസിക്കലി ആന്റിഡയോററ്റിക്സ് എന്ന് പറയുന്നത് വാട്ടർ എക്സ്ക്രീഷൻ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡ്രഗ് ദാറ്റ് ഇൻഹിബിറ്റ് വാട്ടർ എക്സ്ക്രീഷൻ. പക്ഷെ അവിടെ ഒരു കാര്യം
പറയുന്നുണ്ട് വിത്തൗട്ട് അഫക്റ്റിംഗ് സോൾട്ട് എക്സ്ക്രീഷൻ. സോൾട്ട് എക്സ്ക്രീഷന്റെ കാര്യത്തിലൊന്നുമില്ല, പക്ഷെ വാട്ടർ എക്സ്ക്രീഷൻ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുവാണ് ചെയ്യുക. സോ ബേസിക്കലി യൂറിൻ വോളിയം കുറയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് കേട്ടോ. യൂറിൻ വോളിയം കുറയ്ക്കുക. ബേസിക്കലി ഡയബറ്റീസ് വന്ന പേഷ്യൻസിന് അല്ലേ, അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ആന്റിഡയറക്റ്റിക്സ് കൂടുതലും കൊടുക്കാറുള്ളത്. ബൈ എൻഹാൻസിങ് വാട്ടർ റീ അബ്സോർപ്ഷൻ കിഡ്നിയിൽ ഇന്ന് വാട്ടർ റീ അബ്സോർപ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ബേസിക്കലി ആനോഡയൂറട്ടിക് ആണല്ലോ, വാട്ടർ ഇൻഹിബിറ്റ് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ റീ അബ്സോർബ് ചെയ്യണമല്ലോ. അങ്ങനെ എന്ത് ലീഡിങ് ടു മോർ കോൺസെൻട്രേറ്റ് യൂറിൻ ആൻഡ് റെഡ്യൂസ് യൂറിൻ ഔട്ട്പുട്ട്. അങ്ങനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള യൂറിൻ അളവ് കുറയുമ്പോൾ കോൺസെൻട്രേറ്റ് ആവുമല്ലോ, അങ്ങനെ എന്ത് യൂറിൻ ഔട്ട്പുട്ട് കുറയുവാണ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, വാട്ടർ എക്സ്ക്രീഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് സോൾട്ട് എക്സ്ക്രീഷൻ, അതാണ് മെയിൻ പോയിന്റ്. സോ യൂറിൻ വോളിയത്തിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞതുപോലെ ഇൻഹിബിറ്റ് വാട്ടർ എക്സ്ക്രീഷൻ കുറയ്ക്കുന്നു. എഫക്ട് ഓൺ സോൾട്ട് ആണെങ്കിൽ ഡു നോട്ട് അഫക്ട് ഓൺ സോൾട്ട് എക്സ്ക്രീഷൻ. സോൾട്ട് എക്സ്ക്രീഷനിൽ അഫക്ട് ചെയ്യുന്നില്ല. പ്രൈമറി യൂസ് യൂറിൻ വോളിയം ഇൻ കണ്ടീഷൻ ലൈക്ക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പം യൂറിൻ വോളിയം കുറയ്ക്കുവാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചോളാം. സോ നെക്സ്റ്റ് വൺ ഇസ് ഡെസ്മോപ്രസൻ ആണ്. ഒരു സിന്തറ്റിക് ആന്റിഡയറക്റ്റിക് ആണ് ആര്, ഡെസ്മോപ്രസൻ എന്ന് പറഞ്ഞാൽ. സോ ഈ ഡെസ്മോപ്രസൻ ആണെങ്കിൽ V2 റിസപ്റ്റർ, കിഡ്നി സെല്ലുള്ള V2 റിസപ്റ്ററിനെ കയറി ബൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ ദിസ് സ്റ്റിമുലേറ്റ് അഡിനൈൽ സൈക്ലേസ് ആൻഡ് ഇൻട്രാസെല്ലുലർ കാസ്കേഡ്. സോ ബേസിക്കലി ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുമ്പോൾ അഡിനൈൽ സൈക്ലേസിനെയും ഇൻട്രാസെല്ലുലർ കാസ്കേഡിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുകയും അങ്ങനെ വാട്ടർ ചാനൽസ് ആർ ഇൻസേർട്ട് ഇൻ ടു സെൽ മെമ്പറിൻ. സെൽ മെമ്പറിൽ എന്ത് ചെയ്യുന്നു, വാട്ടർ ചാനൽസുകൾ വരുന്നു അല്ലെങ്കിൽ അക്വാ പോറൻസുകൾ വരുന്നു. അങ്ങനെ റീ അബ്സോർപ്ഷൻ നടക്കും. ദ മെമ്പറിൻ ബിക്കം മോർ പെർമിബിൾ ടു വാട്ടർ, ഇൻക്രീസ് റീ അബ്സോർപ്ഷൻ. അതായത് വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി റീ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ചാനൽസുകൾ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും മാത്രം എഴുതിയാലും അല്ലെങ്കിൽ മനസ്സിലാക്കിയാലും മതി. എന്ത് ചെയ്യാം, നമുക്ക് വാട്ടർ റീ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്വാപോർ അല്ലെങ്കിൽ വാട്ടർ ചാനലുകൾ ഓപ്പൺ ആകുന്നു എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. സോ V2 റിസപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുക എന്നുള്ളത് പഠിക്കുക, ഡെസ്മോപ്രസിൻ കേട്ടോ. സോ ഡെസ്മോപ്രസിന്റെ ഡോസേജ് ഇൻഡിക്കേറ്റ് പറയുവാണെങ്കിൽ, സോ ട്രീറ്റ്മെന്റ് പോളിയൂറിക് ട്രീറ്റ്മെന്റ്, അതായത് നമുക്ക് എക്സയുള്ള യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ആൻഡ് നൊക്ട്യൂർ എനോറിസിസ്, കുഞ്ഞു കുട്ടികളൊക്കെ രാത്രിയൊക്കെ മൂത്രം ഒഴിക്കുന്ന പരിപാടി ഉണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ആൻഡ് നൊക്ട്യൂർ, എക്സസീവ് ആയിട്ട് രാത്രി മൂത്രം ഒഴിക്കുന്ന ആൾക്കാർ. സോ ബേസിക്കലി ഒരു പ്രായം ഉണ്ട് കേട്ടോ, നമ്മൾ പറയും 12 വയസ്സിന് മേലെയും കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുവാണെങ്കിൽ അത് നൊക്ട്യൂറിയ എന്ന് തന്നെ പറയും, രാത്രി മൂത്രം ഒഴിക്കുന്ന പരിപാടിയാണ്. ആൻഡ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, നമുക്ക് ഓൾറെഡി അറിയാം എക്സസീവ് ആയിട്ട് തേഴ്സ്റ്റും യൂറിനേഷനും എന്താണ് ഡയബറ്റീസ് സമയത്ത് ഉണ്ടാവാറുണ്ട്, അവർക്കും കൊടുക്കാറുണ്ട്. സോ നോർമലി 10 to 40 mg per day ആണ് 2-3 ഡിവൈഡ് ഡോസ് ആയിട്ട്, 1-2 അല്ലെങ്കിൽ ഡിവൈഡ് ഡോസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ സബ്ക്യൂട്ടിനിയസും IV ആയിട്ടും ലൈക്ക് നമ്മൾ പാരലൽ അഡ്മിനിസ്ട്രേഷന് കൊടുക്കാറുണ്ട്. 2 to 4 mg per day in 2 to 3 ഡിവൈഡ് ഡോസിലാണ് എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പം പോളിയൂറിയ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്, നൊക്ട്യൂറിയ എനോറിസിസ് ആൻഡ് നൊക്ട്യൂറിസിസ് ആൻഡ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾക്കും കൊടുക്കാറുണ്ട്. സോ കോൺട്രാ ഇൻഡിക്കേഷൻ പറയുവാണെങ്കിൽ റിയൽ ഡിസീസ് ഉള്ള പേഷ്യന്റിന് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് കാർഡിയക് ഇൻസഫിഷ്യൻസി, അതായത് ഹാർട്ട് പ്രോബ്ലം ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഹൈപ്പോനെട്രീമിയ, അതായത് കോൺട്രാ ഇൻഡിക്കേറ്റ് ഇൻ ലോ സോഡിയം കണ്ടീഷൻ, ലോ സോഡിയം കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അലർജിക് ടു ഡെസ്മോപ്രസനോ അല്ലെങ്കിൽ ഡെസ്മോപ്രസന്റെ തന്നെ ഏതെങ്കിലും സിന്തറ്റിക് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും സാധനങ്ങളൂടെ ഉണ്ടെങ്കിൽ അതിനോട് റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാരും കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്താണ്, റീനൽ ഡിസീസ് ഉള്ളവർ കൊടുക്കാൻ പറ്റില്ല, ഹാർട്ട് പ്രോബ്ലം ഉള്ളവർ കൊടുക്കാൻ പറ്റില്ല, ആൻഡ് ഹൈപ്പോനെട്രീമിയ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല, ആൻഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ളവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. സോ എളുപ്പമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് വാസോപ്രസിൻ ആണ്. ഒരു നാച്ചുറൽ ആന്റി ഡയൂറട്ടിക് ഹോർമോൺ ആണ് വാസോപ്രസിൻ. സോ വാസോപ്രസിനെ ആന്റി ഡയൂറട്ടിക് ഹോർമോൺ എന്നും അറിയാറുണ്ട്, ADH എന്നും പറയാറുണ്ട്. സോ ബേസിക്കലി ഒരു നോൺ പെപ്റ്റൈഡ് ഹോർമോൺ ആണ്, നമ്മുടെ ഹൈപ്പോതലാമസിൽ ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ്. സോ സിന്തസൈസ് എവിടെയാണ്, ഹൈപ്പോതലാമസിലാണ്. ഫംഗ്ഷൻ പറയുവാണെങ്കിൽ ഡയൂറസിസ് റെഗുലേറ്റ് ചെയ്യുക, ഹോമോഡൈനാമിക് ആൻഡ് ബിഹേവിയർ. സോ ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡയൂറസിസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെക്കാനിസം പറയുവാണെങ്കിൽ V1 V2 റിസപ്റ്റർ, മറ്റിടത്ത് നമ്മൾ V1 V2 റിസപ്റ്റർ ആണ് പഠിച്ചത്, അല്ലേ നമ്മൾ V2 റിസപ്റ്റർ എന്നാണ് പഠിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എന്താണ് V1 ഉം V2 ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇൻഡ്യൂസ് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ ഫ്ലൂയിഡ് റീഅബ്സോർബ് ചെയ്യുകയുമാണ് ആര് ചെയ്യുന്ന വാസോപ്രസിൻ കേട്ടോ. വാസോ മീൻസ് അവിടെ തന്നെ ആലോചിക്കുക, വാസോപ്രസിൻ, വാസോ കൺസ്ട്രക്ഷൻ അങ്ങനെ തന്നെ പഠിക്കുക. V1 V2 എന്ന് പഠിക്കുക. മറ്റിടത്താണെങ്കിലോ നമ്മൾ V2 എന്ന് തന്നെ പഠിക്കാം കേട്ടോ. V2 ഡെസ്മോപ്രസിൻ V2 എന്ന് തന്നെ പഠിച്ചു വെക്കാം.
വാസോപ്രസന്റിന് ഇൻഡിക്കേഷൻസും കോൺട്രാ ഇൻഡിക്കേഷനും ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് വാസോ ഡയലേറ്ററി ഷോക്ക് അല്ലെങ്കിൽ റിഫ്രാക്ടറി ടു ഫ്ലൂയിഡ് ആൻഡ് കാറ്റക്കോളമൈൻ. സോ ബേസിക്കലി എന്താണ് കാറ്റക്കോളമൈൻസിൽ അല്ലെങ്കിൽ റിഫ്രാക്ടറി ടു ഫ്ലൂയിഡ് സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വാസോപ്രസൻ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ വാസ്കുലർ ഡിസീസ് ഉള്ള ആൾക്കാരിൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ക്രോണിക് നെഫ്രൈറ്റിസിലുള്ള ആൾക്കാരിലൊക്കെ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. ഇൻഡിക്കേഷൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വാസോഡൈലേറ്ററി ഷോക്കിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മളെ ബ്ലഡ് പ്രഷർ കൂടില്ലേ, ബ്ലഡ് പ്രഷർ കൂടിയിട്ട് വാസോഡൈലേറ്ററി ഷോക്കൊക്കെ അവർക്ക് ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ അങ്ങനെ വാസോപ്രസൻ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ തൈസൈഡ് ആണ്. തൈസൈഡ്സ് അറിയാമല്ലോ, ഡയറോട്ടിക്സ് ആണ് അല്ലെ, നമുക്ക് ഓൾറെഡി അറിയാം തൈസൈഡ് ഡയറോട്ടിക്സ്. സോ തൈസൈഡ് ഡയറോട്ടിക്സ് എങ്ങനെ ഉപയോഗിക്കുന്നത്, സോഡിയം ഇൻഹിബിഷൻ ആണ് അല്ലേ. സോ തൈസൈഡ്സ് സോഡിയം റീഅബ്സോർപ്ഷനെ ഡിസ്റ്റൽ കൺവൽ ട്യൂബിൾ DCTക്ക് അകത്ത് എന്ത് ചെയ്യുന്നു, തൈസൈഡ് ഡയറോട്ടിക്സ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. തൈസൈഡ് ഇൻഹിബിറ്റ് സോഡിയം റീഅബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു എവിടെ, DCTക്ക് അകത്ത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് യൂറിൻ ഔട്ട്പുട്ട്. ഇത് ഡയറോട്ടിക്സ് ആണ് കേട്ടോ പഠിക്കുന്ന തൈസൈഡ്സുകൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു, യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്നു, ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ യൂറിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നു. പിന്നെ ഡിക്രീസ് ബ്ലഡ് വോളിയം. അത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബ്ലഡ് വോളിയം എന്ത് ചെയ്യുന്നു, കുറയുവാണ് ചെയ്യുക. ഡിക്രീസ്ഡ് ബ്ലഡ് വോളിയം ആൻഡ് തെറാപ്യൂട്ടിക് എഫക്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്, ഹൈപ്പർ ടെൻഷൻ എഡിമയ്ക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ ബേസിക്കലി നമുക്ക് സോഡിയം റീഅബ്സോർപ്ഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ യൂറിൻ പ്രൊഡക്ഷൻ എക്സ്ക്രീഷൻ നടത്തിക്കൊണ്ട് നമ്മളെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ എഡിമ കുറയ്ക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അത് മാത്രം ആലോചിച്ച് വെക്കുക കേട്ടോ. സോ തൈസൈഡ് ഡയറോട്ടിക് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ കൊടുക്കാറുണ്ട്, ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കാറുണ്ട്, എഡിമാറ്റിക് കണ്ടീഷനിലൊക്കെ കൊടുക്കാറുണ്ട്. സോ തൈസൈഡിന് ഹൈപ്പർ സെൻസിറ്റീവ് ഉള്ള പേഷ്യൻസ് ഉണ്ട്. തൈസൈഡ് കൊടുക്കും പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ റീനൽ ഇമ്പയർമെന്റ് ഉള്ള ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ നമ്മൾ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന ക്ലോർപ്രോപ്പമൈഡ് ആണ്. സോ ഈ ക്ലോർപ്രോപ്പമൈഡ് മിസലേനിയസ് കാറ്റഗറിക്കകത്ത് വരുന്നതാണ് കേട്ടോ. അതൊരു ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ടൈപ്പ് 2 ഡയബറ്റീസിന് കൊടുക്കുന്നതാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസിനൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. സോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അവിടെ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ ബേസിക്കലി ഓർലി ആണ് കേട്ടോ കൊടുക്കുക നമ്മൾ കൂടുതലായിട്ട് ക്ലോർപ്രോപ്പമൈഡ്. പിന്നെ അതുമാത്രമല്ല ക്ലോർപ്രോപ്പമൈഡിന് കോൺട്രാ ഇൻഡിക്കേഷൻ കാണിക്കാറുണ്ട്. ക്ലോർപ്രോപ്പമൈഡിന് തന്നെ സെൻസിറ്റിവിറ്റി അലർജിക് റിയാക്ഷൻ കാണിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. റീനൽ ഇമ്പയർമെന്റ് ഉള്ള ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഹെപ്പാറ്റിക് ലിവർ ഇമ്പയർമെന്റ് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഡയബറ്റിക് കീറ്റോസ് അസിഡോസിസ് ഉള്ളവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പം എന്തൊക്കെയാണ്, ഹൈപ്പർ സെൻസിറ്റീവ് ഉള്ളവർ കൊടുക്കാൻ പറ്റില്ല, റീനൽ ഇമ്പയർമെന്റ് ഉള്ളവർ കൊടുക്കാൻ പറ്റില്ല, ഹെപ്പാറ്റിക് ഇമ്പയർമെന്റ് ഡയബറ്റിക് കീറ്റോസ് ഉള്ളവർക്കും ക്ലോർപ്രോപ്പമൈഡ് കൊടുക്കാൻ പറ്റില്ല. സോ ഇതൊരു ആന്റി ഡയബറ്റിക് ഡ്രഗും കൂടെയാണ്, കൺഫ്യൂസ്ഡ് ആയി പോകരുത്. നമ്മുടെ മിസലേനിയസിൽ കിടപ്പുണ്ട് കേട്ടോ. മിസലേനിയസിൽ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഇതാ ഇവിടെ കിടപ്പുണ്ട്, ക്ലോർപ്രോപ്പമൈഡ് കിടപ്പുണ്ട്. ആൻഡ് തൈസൈഡ് ലൈക്ക് ഡയൂറിറ്റിക് അവിടെ പഠിച്ചു. സോ തൈസൈഡ്സ് നമ്മൾ ഇവിടെ നട്രി യൂറിനിൽ തൈസൈഡ്സ് പഠിച്ചു, ഇവിടെ തൈസൈഡ് ലൈക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. സോ അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു പോകരുത് പഠിക്കണ സമയത്ത്. മിക്കവാറും ഒരുമിച്ചായിരിക്കണം എന്ന് ചോദിക്കണം നിർബന്ധമില്ല. ചിലപ്പോൾ ഡയൂറിറ്റിക്സ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ആൻഡ് ഡയൂറിറ്റിക്സ് മാത്രം സെപ്പറേറ്റ് ചോദിക്കാം. സോ അങ്ങനെ വേണമെങ്കിലും ആയിരിക്കാം എന്നുള്ളതാണ്. ക്ലാസിഫിക്കേഷൻ പഠിക്കുക, അത് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. സോ അവിടെ തന്നെ നമുക്ക് ഓൾറെഡി ക്ലാസിഫിക്കേഷനിൽ കാര്യങ്ങൾ പെർഫെക്റ്റ്ലി കൊടുത്തിട്ടുണ്ട്. സോ അത് തന്നെ പഠിക്കുക. സോ നെക്സ്റ്റ് വേണം. താങ്ക് യു.